പാരിജാതത്തിന്റെ ഔഷധ ഗുണങ്ങളും അവയെക്കുറിച്ചുള്ള ചില വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പാരിജാതത്തിന്റെ ഇല, വേര്, തൊലി എന്നിവ ഔഷധമാണ്. പൂക്കൾക്ക് അതീവ സുഗന്ധമുള്ളതുകൊണ്ട് തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ഷീണം, അലസത എന്നിവയെല്ലാം തോന്നുകയാണെങ്കിൽ അല്പസമയം പാരിജാതം ചെടിയുടെ അടുത്ത് പോയി നിന്നാൽ മതി. പെട്ടെന്ന് ക്ഷീണമെല്ലാം മാറിയിട്ട് നമുക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നും. ഒരു തരത്തിലുള്ള സുഗന്ധ ചികിത്സ അതാണ് കേട്ടോ. പാരിജാതത്തെക്കുറിച്ച് പല വിശ്വാസങ്ങളുണ്ട്, പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള വിശ്വാസങ്ങളാണ് കേട്ടോ. അതിലൊന്ന് ദേവേന്ദ്രന്റെ നന്ദനോദ്യാനത്തിലെ ഒരു വൃക്ഷം, ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട പുഷ്പം. ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ് പാരിജാത വൃക്ഷം. ശ്രീരാമന് ഏറെ ഇഷ്ടപ്പെട്ട പൂക്കളാണ് പാരിജാതം പൂക്കൾ. വനവാസകാലത്ത് സീതാദേവി പാരിജാത പൂക്കൾ കൊണ്ടാണ് അർച്ചന നടത്തിയിരുന്നത്. പാലാഴി മഥനത്തിൽ പാൽക്കടലിൽ നിന്ന് ഉയർന്നു വന്നതാണ് പാരിജാതം എന്നിങ്ങനെയെല്ലാം ആളുകൾ പണ്ടുമുതലേ വിശ്വസിക്കുന്നു.